ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഓക്കെ, ഇത് കാണുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? നിങ്ങളിത് കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇന്നലെ നമ്മൾ അവസാനം പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻസുലിന്റെ ആണ്. അപ്പൊ ആ സമയത്താണ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ഉള്ള ഒരു ഇഷ്യൂ ആയിരുന്നു, ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. ഓക്കെ, ഇൻസുലിന്റെ അതിൽ തന്നെ തുടങ്ങാം അല്ലെ. അപ്പൊ ഇൻസുലിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. പിന്നെന്താ? ഗ്ലൂക്കോസിന്റെ ഹോമിയോസ്റ്റാസിസ്, ബോഡിയിൽ ഗ്ലൂക്കോസിന്റെ ഹോമിയോസ്റ്റാസിസിൽ ഒരു മേജർ റോള് വഹിക്കുന്നത് ആരാണ്? ഇൻസുലിൻ ആണ് അല്ലെ. ഇൻസുലിൻ ശരിക്കും എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കഗോൺ എന്താണ് ചെയ്യുന്നത്? ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാക്കി വെക്കുകയാണ് അല്ലെ. ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചു നിൽക്കുകയാണ്. ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാക്കി നിർത്തും. പക്ഷെ ഇൻസുലിൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ഗ്ലൂക്കോസിന്റെ അപ്ടേക്കും അതുപോലെ തന്നെ യൂട്ടിലൈസേഷനും എന്ന് വെച്ചാല് ഗ്ലൂക്കോസ് കൂടുതലായിട്ട് നമ്മുടെ ബോഡി യൂസ് ചെയ്യാനുള്ള ആ ഒരു രീതിയിൽ അതിന്റെ എൻഹാൻസ്മെന്റ് നടത്തുന്ന ആരാണ്? ഇൻസുലിൻ ആണ്. ഓക്കെ, അപ്പോ എന്താണ്? ഗ്ലൂക്കോസിനെ ടു ഗ്ലൈക്കോജൻ ആക്കുകയും അതുപോലെ തന്നെ ഗ്ലൂക്കോസിന്റെ അപ്ടേക്കും യൂട്ടിലൈസേഷനും കൂട്ടുകയും ചെയ്യുന്നത് ആരാണ്? ഇൻസുലിൻ ആണ്. നമ്മൾ ഗ്ലൂക്കഗോൺ പറഞ്ഞപ്പോ എന്താണ്? ഗ്ലൈക്കോജനെ നമ്മൾ ഗ്ലൈക്കോജനെ വേർപെടുത്തി ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻസുലിൻ എന്തിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? ഈ ഒരു ഗ്ലൂക്കോസിന്റെ കൺവേർഷൻ, എന്തിലേക്കുള്ള കൺവേർഷൻ? ഗ്ലൈക്കോജൻ ആക്കുക. ആ ഒരു കൺവേർഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആരാണ്? ഇൻസുലിൻ ആണ്. അപ്പം ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നതിന് എന്തായിരുന്നു പറയാ? ഗ്ലൈക്കോജനസിസ് എന്നല്ലായിരുന്നു പറയാ. ഗ്ലൈക്കോജനസിസ് എന്നായിരുന്നു പറയാ അല്ലെ. അപ്പൊ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നു. അതുപോലെ തന്നെ സെല്ലുലാർ ഗ്ലൂക്കോസിന്റെ അപ്ടേക്കും അതുപോലെ തന്നെ യൂട്ടിലൈസേഷനും എൻഹാൻസ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇൻസുലിനും ഗ്ലൂക്കഗോണും ഒരുമിച്ചാണ് നമ്മുടെ ബോഡിയുടെ മൊത്തമായിട്ടുള്ള ഗ്ലൂക്കോസിന്റെ ഹോമിയോസ്റ്റാസിസ് നടത്തുന്നത് അല്ലെ. ഗ്ലൂക്കോസിന്റെ അളവ് ഗ്ലൈക്കോജൻ എന്ത് ചെയ്യും? കൂടുതലാക്കി നിർത്തും. ഇൻസുലിൻ എന്ത് ചെയ്യും? അതിനെ ഉപയോഗിക്കാനുള്ള അതിന്റെ ഉപയോഗത്തിനെ ഒരു ത്വരിതപ്പെടുത്തി നിർത്തും അല്ലെ. അപ്പൊ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസിന്റെ അളവിനെ ഒരു ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. അപ്പൊ പക്ഷെ ഈ ഒരു ഇൻസുലിന് എന്തെങ്കിലും ഒരു കുറവ് വരിക, അങ്ങനെയുള്ള സമയത്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹൈപ്പർഗ്ലൈസീമിയ വരിക. ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസിന്റെ അളവ് നമ്മുടെ ബ്ലഡിൽ, നമ്മുടെ ശരീരത്തിൽ ഭയങ്കര കൂടുതലായിട്ട് നിൽക്കുക. അങ്ങനെയാകുമ്പോ എന്താണ് വരിക? ഒരു ഡിസോർഡർ ഉണ്ടാവുന്നുണ്ട് അല്ലെ. എന്താണ്? ഡയബറ്റീസ് ഉണ്ടാവുന്നുണ്ട്. ഏത് ഡയബറ്റീസ് ആണ് ഉണ്ടാവുന്നത്? ഇവിടെ ഉണ്ടാകുന്ന ഡയബറ്റീസ് എന്ന് പറയുന്നത് ഡയബറ്റീസ് മെലിറ്റസ് ആണ് അല്ലെ. ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസോർഡർ വരുന്നുണ്ട്. അത് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയിട്ട് എന്ത് പറ്റും? നമ്മുടെ യൂറിനിലൂടെയൊക്കെ എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് ഇങ്ങനെ പോകും അല്ലെ. നമ്മുടെ യൂറിനിലൊക്കെ ഗ്ലൂക്കോസിന്റെ അളവ് കാണാൻ പറ്റും, കൂടുതലായിട്ട് കാണാൻ പറ്റും. പിന്നെ മാത്രമല്ല കീറ്റോൺ ബോഡീസിനെ ഉണ്ടാക്കുകയും. ഓക്കെ, ഗ്ലൂക്കോസ് യൂറിനിലൊക്കെ നമ്മുടെ ഗ്ലൂക്കോസിന്റെ അളവ് നല്ല രീതിയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? ഈ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? കീറ്റോൺ ബോഡീസിന്റെ പ്രൊഡക്ഷന് കാരണമാവുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിൽ കീറ്റോൺ ബോഡീസ് ഹാർംഫുൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. അതിന്റെ പ്രൊഡക്ഷനും എന്ത് കാരണമാവും? ഈ ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേജ് കാരണമാവും. ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് എന്ത് ചെയ്യുക? ഹൈ ആയിട്ട്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ എന്തുണ്ടാവും? ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാവും. ഓക്കെ, ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള പേഷ്യൻസിനെ എന്ത് വെച്ചിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്യുക? ഇൻസുലിൻ തെറാപ്പിയാണ് കൊടുക്കുന്നത്. ഇൻസുലിൻ ആണ് അവർക്ക് കൊടുക്കുക. ഓക്കെ, ഇൻസുലിൻ തെറാപ്പിയാണ് ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള പേഷ്യൻസിന് കൊടുക്കുന്നത്. കാരണം എന്താ? ഗ്ലൂക്കോസ് ഒന്ന് ഉപയോഗിച്ച് തീർക്കണം, അല്ലെങ്കിൽ ഗ്ലൈക്കോജനാക്കി മാറ്റി വെക്കണം. അങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ട് ഏതാണ്? ഇൻസുലിൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈപ്പർഗ്ലൈസിമിയ ഉള്ള അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കും? ഇൻസുലിൻ തെറാപ്പിയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനത്തെ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഏതൊക്കെയാണ്? ഗൊണാഡ്സ് ആണ് അല്ലെ. ഗൊണാഡ്സിൽ വരുമ്പം ഏതൊക്കെയാണ് അതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത്? ടെസ്റ്റിസും ഓവറിയും ആണ് ഉള്ളത് ഗൊണാഡ്സിൽ. അപ്പൊ ഫസ്റ്റ് ഏതാണ്? ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസ് എന്ന് പറയുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. ടെസ്റ്റിസ് എവിടെയാണ് കാണുന്നത്?
സ്ക്രോട്ടൽ സാക്കിലാണല്ലേ കാണുന്നത്. സ്ക്രോട്ടൽ സാക്കിലാണ് നമ്മുടെ ടെസ്റ്റിസ് കാണുന്നത്. ആരിലാണ്? മെയിൽസിൽ മാത്രമേ ഉള്ളൂ അല്ലെ. എവിടെയാണ്? നമ്മുടെ അബ്ഡോമന്റെ പുറത്തായിട്ട് ഒരു സ്ക്രോട്ടൽ സാക്കിലായിട്ടാണ് നമ്മൾ ടെസ്റ്റിസ് കാണുന്നത്. മെയിലാണ് കാണുന്നത് അല്ലെ. എന്ത് ടെസ്റ്റിസ് എന്ന് പറയുന്നത് അല്ലെ. അത് മാത്രമല്ല എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് പറയുന്നത് എന്താ വെച്ചാല് അതിന്റെ 2 ടൈപ്പ് സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. 2 ടൈപ്പ് സെല്ല് കൊണ്ടാണ്. ഏതൊക്കെയാണ്? സെമിനിഫറസ് ട്യൂബ്യൂൾസും അതുപോലെ തന്നെ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ആയിട്ടുള്ള ലേഡിക് സെൽസും അല്ലെ. ഈ 2 സെൽസും എന്ത് ചെയ്യുന്നുണ്ട്? എൻഡോക്രൈൻ സെൽസ് അല്ലെങ്കിൽ ഗ്ലാൻഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ലേഡിക് സെൽസ് എന്താണ്? അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? ആൻഡ്രോജൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ്രോജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽ സെക്സ് ഹോർമോൺസ് ആണ് അല്ലെ. ലേഡിക് സെൽസ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? ആൻഡ്രോജൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. മെയിൽ സെക്സ് ഹോർമോൺസിനെ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ആൻഡ്രോജൻസ് എന്ന്. ഓക്കെ, മെയിൽ സെക്സ് ഹോർമോൺസിനെ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ആൻഡ്രോജൻസ് എന്ന്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ആൻഡ്രോജനെ പറയാൻ പറഞ്ഞാൽ ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഒരു ആൻഡ്രോജൻ എടുത്ത് പറയാനാണെങ്കിൽ അത് ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അവരെന്തൊക്കെയാ ചെയ്യുന്നത്? ആ ഒരു ആൻഡ്രോജൻസ് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവലപ്മെന്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. പിന്നെ എന്താണ്? മെയിൽ ആക്സസറി ഓർഗൻസിന്റെ മെച്ചുറേഷനും ഫംഗ്ഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെയിൽ ആക്സസറി സെക്സ് ഓർഗൻസിന്റെ മെച്ചുറേഷനും ഫങ്ഷൻസിനും അതിന്റെ ഫങ്ഷൻ നടത്താനും പിന്നെ അതിന്റെ മെച്ചുറേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആര്? ഈ ആൻഡ്രോജൻസ് എന്ന് പറയുന്നവര്. ഓക്കെ, പിന്നെന്താ? മസ്കുലർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫേഷ്യൽ ഹെയറും ആക്സിലറി ഹെയർസിന്റെ ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ ഒരു അഗ്രസീവ്നെസ് പിന്നെ അവരുടെ ലോ പിച്ച് ആയിട്ടുള്ള വോയിസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ആൻഡ്രോജൻസ് ആണ്. ഓക്കെ, എന്താണ്? ഡെവലപ്മെന്റിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. മെയിൽ ആക്സസറി സെക്സ് ഓർഗൻസിന്റെ മെച്ചുറേഷനും അതുപോലെ തന്നെ അവരുടെ ഫംഗ്ഷനെയും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ? മസ്കുലർ ഗ്രോത്തിന്റെ സ്റ്റിമുലേഷൻ നടത്തുന്നുണ്ട്. പിന്നെന്താ? നമ്മുടെ ഫേഷ്യൽ ഹെയർ, ആക്സിലറി ഹെയർ അതിന്റെ ഒക്കെ ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട്. അഗ്രസീവ്നെസ്, അവരുടെ ആ ഒരു മെയിൽസിലുള്ള ഒരു അഗ്രസീവ്നെസ്സിന് കാരണമാകുന്ന ആരാണ്? ഈ ഒരു ആൻഡ്രോജൻസ് ആണ്. പിന്നെന്താ? അവരുടെ ലോ പിച്ച് ആയിട്ടുള്ള വോയിസ് അല്ലേ അവർക്കുള്ളത്. അത് ആരുടെ കാരണമാണ്? ഈ ഒരു ആൻഡ്രോജൻസിന്റെ എഫക്റ്റ് കാരണമാണ്. ഓക്കെ, പിന്നെ നമ്മള് ആൻഡ്രോജൻസ് എന്തിനു സഹായിക്കുന്നുണ്ട്? ഒരു സ്പെർമറ്റോജെനിസിസ് ഇല്ലേ? സ്പെർമറ്റോജെനിസിസ്, ഫോർമേഷൻ ഓഫ് സ്പെർമറ്റോസോവ ആയി മാറുന്ന ആ സ്പെർമറ്റോജെനിസിസിന് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ആൻഡ്രോജൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. സ്പെർമാറ്റിഡ്സിൽ നിന്ന് സ്പെർമറ്റോസോവ ആയിട്ട് മാറുന്ന ആ ഒരു സ്പെർമറ്റോജെനിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സിന് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ആൻഡ്രോജൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ? മെയിൽ സെക്സ് ബിഹേവിയർ, മെയിൽ സെക്ഷൽ ബിഹേവിയർ, മെയിൽസിൽ ഉണ്ടാവുന്ന സെക്ഷൽ ബിഹേവിയറിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ആൻഡ്രോജൻസ് ആണ്. പിന്നെ എന്താണ്? നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ടെസ്റ്റിസ് എന്ന് പറയുമ്പോൾ എവിടെയാണ് കാണുന്നത്? സ്ക്രോട്ടൽ സാക്കിലാണ് കാണുന്നത്. അത് അബ്ഡോമിന്റെ ഔട്ട്സൈഡിലായിട്ടാണ് ഉള്ളത്. പ്രൈമറി സെക്സ് ഓർഗൻ ആണ്. അവർക്ക് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലെ ആ ഒരു പാർട്ട് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടൊക്കെയാണ്? സെമിനിഫറസ് ട്യൂബ്യൂൾസ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. ഇന്റർസ്റ്റീഷ്യൽ സെൽസിനെ വേറൊരു പേരും കൂടി പറയും ലേഡിക് സെൽസ് എന്ന്. ഈ ലേഡിക് സെൽസ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ആണ് മെയിൻ ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൻഡ്രോജൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ്രോജൻസ് എന്ന് പറഞ്ഞാൽ മെയിൽ സെക്സ് ഹോർമോൺസ് ആണ്. അതിനെ മെയിൻ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ എന്താണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അത് ബോഡിയുടെ ഡെവലപ്മെന്റിനെ റെഗുലേറ്റ് ചെയ്യുകയും പിന്നെ മെയിൽ ആക്സസറി സെക്സ് ഓർഗൻസിന്റെ മെച്ചുറേഷനും ഫങ്ഷൻസിനും സഹായിക്കുകയും ചെയ്യും. പിന്നെ മസ്കുലർ ഗ്രോത്തിന്റെ സ്റ്റിമുലേഷനെ സഹായിക്കുന്നുണ്ട്. ഫേഷ്യൽ ആൻഡ് ആക്സിലറി ഹെയറിന്റെ ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട്. അവരുടെ അഗ്രസീവ്നെസ്സിന് കാരണമാകുന്നുണ്ട്. പിന്നെ ലോ പിച്ച് വോയിസ് ഒക്കെ ആര് കാരണമാണ്? ഈ ഒരു ആൻഡ്രോജൻസ് കാരണമാണ്. അതുപോലെ തന്നെ സ്പെർമറ്റോജെനിസിസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മേജർ റോള് ആൻഡ്രോജൻസിന് ഉണ്ട്.
പിന്നെ അവരുടെ സെക്ഷൽ ബിഹേവിയറിൽ, മെയിൽ സെക്ഷൽ ബിഹേവിയറിൽ എന്തുണ്ട്, ഒരു ആൻഡ്രോജൻസ് ആണ് അതിൽ മെയിൻ ആയിട്ടുള്ള റോള് വഹിക്കുന്നത്. അതിൽ നമ്മൾ ഓവറീസിനെ എടുത്ത് നോക്കുവാണ്. ഓവറി എവിടെയാണ് കാണുന്നത്? ഒരു പെയർ ഓഫ് ഓവറി, ടെസ്റ്റിസ് പോലെ തന്നെ നമുക്ക് ഒരു പെയർ ഓഫ് ഓവറി കാണുന്നുണ്ട്. എവിടെയാണ്? അബ്ഡോമൻ റീജിയനിലാണ് അത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ആരിലാണ്? ഫീമെയിൽസിലാണ് കാണുന്നത്. ഓക്കെ, ഓവറി കമ്പോസ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെ കൊണ്ടാണ്? ഒവേറിയൻ ഫോളിക്കിൾസും സ്ട്രോമൽ ടിഷ്യൂസും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒവേറിയൻ ഫോളിക്കിൾസും സ്ട്രോമൽ ടിഷ്യൂസും കൊണ്ട്. ഓക്കെ, ഓവറി രണ്ട് ടൈപ്പിലുള്ള സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓവറി രണ്ട് ഗ്രൂപ്പ്സിൽ ഉള്ള സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. ഓക്കെ, ഈസ്ട്രജൻ ആരാണ് ഈസ്ട്രജൻ സെക്രീറ്റ് ചെയ്യുന്നത്? ഒവേറിയൻ ഫോളിക്കിൾ ആണ് ഈസ്ട്രജനെ സെക്രീറ്റ് ചെയ്യുന്നത്. ആ വളർന്നു വരുന്ന, ഡെവലപ്പ് ചെയ്യുന്ന, ഗ്രോയിങ് ആയിട്ടുള്ള ഒവേറിയൻ ഫോളിക്കിൾസ് ആണ് എന്തിനെ? ഈസ്ട്രജനെ ചെയ്യുന്നത്. ഓക്കെ, ഓവുലേഷൻ കഴിയുമ്പോൾ എന്താവും? ഈ ഒരു ഫോളിക്കിൾ എന്ത് ചെയ്യും? റപ്ചർ ചെയ്യും. റപ്ചർ ചെയ്തിട്ട് എന്തായിട്ടാണ് മാറുന്നത്? കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറും അല്ലെ? എന്തായിട്ട് മാറും? കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറും. ഈ കോർപ്പസ് ലൂട്ടിയം ആണ് എന്തിനെ സെക്രീറ്റ് ചെയ്യുന്നത്? പ്രൊജസ്ട്രോണിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈസ്ട്രജനെ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ഒവേറിയൻ ഫോളിക്കിൾസ് ആണ്. ഓക്കെ, ഈ ഫോളിക്കിൾസ് ഒക്കെ വലുതായി ആ ഓവുലേഷന്റെ സമയത്ത് എന്ത് ചെയ്യും? അത് റപ്ചർ ചെയ്തിട്ട് എന്തായിട്ട് മാറും? ആ ഓവം ഒക്കെ പോയി സെക്കൻഡറി യൂസ് ആയിട്ട് പുറത്തേക്ക് പോയി, ബാക്കിയുള്ള ഭാഗം കോർപ്പസ് ലൂട്ടി ആയിട്ട് മാറും. ഈ ആണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? പ്രൊജസ്ട്രോൺ ലാർജ് ഇതില് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈസ്ട്രജനെ എടുത്ത് നോക്കുവാണെങ്കിൽ ഈസ്ട്രജൻസ് എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? സെക്കൻഡറി സെക്സ് ഓർഗൻസ് ഇല്ലേ, നമ്മുടെ ഫീമെയിൽസിലുള്ള സെക്കൻഡറി സെക്സ് ഓർഗൻസിന്റെ അതിന്റെ ഗ്രോത്തും അതിന്റെ ആക്ടിവിറ്റീസിനെയും ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈസ്ട്രജൻസ് ആണ് ഫീമെയിൽസിൽ എന്ത് നമ്മുടെ സെക്കൻഡറി സെക്സ് ഓർഗൻസിന്റെ ഗ്രോത്തും അവരുടെ ആക്ടിവിറ്റിയും ഒക്കെ എന്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. പിന്നെയോ ഒവേറിയൻ ഫോളിക്കിൾസിന്റെ അതിന്റെ ഒരു ഡെവലപ്മെന്റിനെ ആര് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്? ഈസ്ട്രജൻസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ? പിന്നെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, ഫീമെയിൽസിൽ ഉണ്ടാവുന്ന സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈസ്ട്രജൻസ് ആണ്. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിന് എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഹൈ പിച്ച് വോയിസ് അല്ലെ? മെയിൽസിൽ എന്തായിരുന്നു? ആൻഡ്രോജൻസ് ആണ് അവരുടെ ലോ പിച്ച് വോയിസിന് കാരണമാകുന്നത്. പക്ഷെ ഫീമെയിൽസിൽ അവരുടെ ഹൈ പിച്ച് വോയിസിന് കാരണമാകുന്നത് ആരാണ്? ഈസ്ട്രജൻസ് ആണ്. പിന്നെ മാമറി ഗ്ലാൻഡ് ഡെവലപ്മെന്റ്, പിന്നെന്താണ്? ഫീമെയിൽ സെക്ഷൽ ബിഹേവിയർ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈസ്ട്രജൻസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പ്രൊജസ്ട്രോൺ എടുത്ത് നോക്കുവാണെങ്കിൽ പ്രൊജസ്ട്രോൺ എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി ഹോർമോൺ എന്നാണ് മെയിൻ ആയിട്ട് പറയുന്നത് അല്ലെ? ഓക്കെ, അതെന്താണ്? പ്രഗ്നൻസിനെയാണ് മെയിൻ ആയിട്ട് എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ യൂട്രൈൻ വാളിനെ, ഈ ഒരു എന്താണ് എംബ്രിയോനെ ഒക്കെ പറ്റി പിടിച്ച് നിൽക്കാനുള്ള ഇതില് എന്താണ് ആ ഒരു ഇതൊക്കെ റെഡി ആയിട്ടില്ലേ? ബ്ലഡ് വെസൽസ് ഒക്കെ എല്ലാം റെഡി ആയിട്ട് നിർത്തുന്നുണ്ട് അല്ലെ? ആ ഒരു എൻഡോമെട്രിയത്തിന്റെ ആ ഒരു വാളിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു പ്രൊജസ്ട്രോൺ ആണ്. ഓക്കെ, എൻഡോമെട്രിയൽ വാളിനെ, യൂട്രൈൻ വാളിനെ, എൻഡോമെട്രിയൽ വാളിനെ എല്ലാം അതും റെഡി ആയിട്ട് നിൽക്കുന്നില്ലേ? ഓക്കെ, ആ ഒരു വാളിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്രൊജസ്ട്രോൺ ആണ്. പ്രഗ്നൻസി ഹോർമോൺ എന്നാണ് അതിനെ പറയുന്നത്. പിന്നെ മാമറി ഗ്ലാൻസും അതിന്റെ എന്താണ് അതിന്റെ ഡെവലപ്മെന്റ്, മാമറി ഗ്ലാൻസിന്റെ അതിന്റെ ഒരു അതിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പ്രൊജസ്ട്രോൺ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ആൽവിയോളൈന്റെ എന്താണ്? ആൽവിയോളൈക്ക് ഒരു എന്താണ് ആൽവിയോളൈന്റെ ഫോർമേഷന് എന്ത് ഒരു സ്റ്റിമുലേറ്റ്, അതിന്റെ ഫോർമേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് എന്ത്? ഈ ഒരു പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. എന്താണ്? മിൽക്ക് പ്രൊഡക്ഷൻ. ഓക്കെ, മിൽക്ക് പ്രൊഡക്ഷന്റെ ആ ഒരു ഇതില് പ്രൊജസ്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈസ്ട്രജൻ എന്ന് പറയുമ്പോൾ എന്താണ്? സെക്കൻഡറി സെക്ഷൽ ഓർഗൻസിന്റെ ഗ്രോത്തിനും ആക്ടിവിറ്റീസിനും ഹെൽപ്പ് ചെയ്യുന്നത് ഈസ്ട്രജൻസ് ആണ്. പിന്നെ ഒവേറിയൻ ഫോളിക്കിൾസിന്റെ
ഗ്രോത്തിന് ഡെവലപ്മെന്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും ആരാണ്? ഈസ്ട്രജൻസ് ആണ്. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിന്റെ അതിന്റെ അപ്പിയറൻസസ് ഒക്കെ കാണിക്കുന്നത് ആരുടെ ആക്ടിവിറ്റി മൂലമാണ്? ഈസ്ട്രജന്റെ ആണ്. പിന്നെ മാമറി ഗ്ലാൻഡിന്റെ ഡെവലപ്മെന്റ് ഈസ്ട്രജൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെന്താണ്? നമ്മുടെ ഫീമെയിൽ സെക്ഷൽ ബിഹേവിയറും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈസ്ട്രജൻസ് ആണ്. പ്രൊജസ്ട്രോൺ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഓർക്കേണ്ടത് അതൊരു പ്രഗ്നൻസി ഹോർമോൺ ആണ്. ആരാണ് അത്? കോർപ്പസ് ലൂട്ടിയം ആണ് അത് സെക്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലേ. മെയിൻ ആയിട്ട് സെക്രീറ്റ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയം ആണ്. അവർ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രഗ്നൻസിയുടെ സമയത്ത് ആ ഒരു എൻഡോമെട്രിയൽ വാൾ ഒക്കെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് പ്രൊജസ്ട്രോൺ ആണ്. അത് മാത്രമല്ല മാമറി ഗ്ലാൻഡിന്റെ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ മിൽക്കിന്റെ ഫോർമേഷന് അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പ്രൊജസ്ട്രോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എക്സ്ട്രാ ആയിട്ട് പറയാവുന്ന ഏതാണ്? ഹോർമോൺസ് ഓഫ് ഹാർട്ട് ഉണ്ട്, കിഡ്നി ഉണ്ട്, അങ്ങനെ കുറച്ച് ഹോർമോൺസ് വേറെ ഉണ്ട്. ഈ ഒരു ഗ്ലാൻസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് ചില ടിഷ്യൂസ് സെൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തുണ്ട്? ഹോർമോൺസ് ഉണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇതാണ് എന്ത്? ഇൻഡസ്റ്റൈന്, ഹാർട്ട്, കിഡ്നി ഇതിലൊക്കെയുള്ള ടിഷ്യൂസും സെൽസും ഒക്കെ എൻഡോക്രൈൻ ഗ്ലാൻസ് പോലെ ആക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ അവർ കുറച്ച് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പം അത് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളിത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവരെന്താ ചെയ്യുന്നത്? ബ്ലഡ് പ്രഷറിനെ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്ത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്ത് നിൽക്കുമ്പോൾ ഈ എന്ത് ചെയ്യും? ഈ ANF സെക്രീറ്റ് ചെയ്യപ്പെടുകയും ബ്ലഡ് വെസൽസിന് എന്ത് ചെയ്യും? ഡയലേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ബ്ലഡ് വെസൽസ് അങ്ങോട്ട് ഡയലേറ്റ് ചെയ്യപ്പെടും. അപ്പൊ അതിന്റെ വോളിയം കൂടുമ്പോ എന്താണ്? ആ ഒരു ബ്ലഡ് പ്രഷർ അവിടെ കുറയും. ഓക്കെ, എന്താണ് ചെയ്യുന്നത്? ANF ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ നമ്മളെ ബ്ലഡ് പ്രഷർ ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുമ്പോൾ അത്രയും ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ എന്താണ്? ചിലപ്പോൾ ചത്തുപോകാനുള്ള ആ ഒരു ചാൻസ് ഒക്കെ ഇല്ലേ? ഭയങ്കര ഹൈ ബ്ലഡ് പ്രഷർ ഒക്കെ ആവുമ്പം അല്ലെ? അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ ഒരു ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു ഇത് സെക്രീറ്റ് ചെയ്യപ്പെട്ടിട്ട് അവരെന്ത് ചെയ്യും? ബ്ലഡ് വെസൽസിനെ അങ്ങോട്ട് ഡയലേറ്റ് ചെയ്യപ്പെടും. ഡയലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വോളിയം കൂടും. ആ വോളിയം കൂടി നിൽക്കുമ്പോൾ എന്താണ്? അത്രയും പ്രഷറിലല്ലോ നമ്മൾ അതിലൂടെ ബ്ലഡ് പോവുക. അപ്പം അങ്ങനെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്ന ആൾക്കാരാണ് എന്ത്? ഈ ANF എന്ന് പറയുന്നത് ആൾക്കാർ. അത് ഹാർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. ഓക്കെ, ഇനി കിഡ്നിയിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഏതാണ്? ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസ്. കിഡ്നിയിലുള്ള ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? പെപ്റ്റൈഡ് ഹോർമോൺസ് ആയിട്ടുള്ള എന്തിനെ? എറിത്രോപോയറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തിനെയാണ്? പെപ്റ്റൈഡ് ഹോർമോൺസ് ആയിട്ടുള്ള എറിത്രോപോയറ്റിനെ എന്താണ് ഉണ്ടാക്കുന്നുണ്ട്? എന്തിനാണ്? എറിത്രോപോയസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി. എറിത്രോപോയസിസ് എന്താ? RBCന്റെ ഫോർമേഷൻ ആണ് എന്ത്? എറിത്രോപോയസിസ് എന്ന് പറയുന്നത്. ഈ എറിത്രോപോയസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എറിത്രോപോയറ്റിനെ ആരാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസ്, കിഡ്നിയിലുള്ള ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസ്. ഓക്കെ, അവര് പെപ്റ്റൈഡ് ആയിട്ടുള്ള ഹോർമോൺസ് ആണ്. ഓക്കെ, നമ്മൾ ഇൻഡസ്റ്റൈനൽ ഹോർമോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ആ ഇൻഡസ്റ്റൈനൽ ഹോർമോൺസിന്റെ ചെറിയൊരു എക്സാമ്പിൾ അതാണ് വരുന്നത്. എന്താണ്? ഹോർമോൺസ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഗ്യാസ്ട്രിൻ എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? സ്റ്റൊമക്കിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ടാർഗറ്റ് ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത് ആക്ട് ചെയ്യുന്നത് ഗ്യാസ്ട്രിക് ഗ്ലാൻസിലാണ്. ഓക്കെ, അവര് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എന്താണ്? സെക്രീഷൻ ഓഫ് HCl ആൻഡ് പെപ്സിനോജൻ. HClന്റെയും പെപ്സിനോജന്റെയും എന്താണ്? അതിന്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഏതാണ്? സെക്രീറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അവർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എവിടെ നിന്നാണ്? സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്നാണ്. അതിന്റെ സോഴ്സ് അവിടെ നിന്നാണ്. ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? എക്സോക്രൈൻ പാൻക്രിയാസിലാണ് അതിനെ എന്ത് ചെയ്യുന്നത്? അതിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ അത് ആക്ട് ചെയ്യുന്നത്. അത് വാട്ടറിന്റെയും ബൈകാർബണേറ്റ് അയോൺസിന്റെയും സെക്രീഷന് വേണ്ടിയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അല്ലെ, അതിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി കോളിസിസ്റ്റോകൈനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് എവിടെ നിന്നാണ്? സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്ന് തന്നെയാണ് അതിന്റെ സോഴ്സ് വരുന്നത്. ഓക്കെ, എവിടെയാണ് അത് ആക്ട് ചെയ്യുന്നത്? പാൻക്രിയാസ്, ഗാൾ ബ്ലാഡറിലാണ് ആക്ട് ചെയ്യുന്നത്. എന്തിനാണ്? സ്റ്റിമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്തിന്റെ?
പാൻക്രിയാറ്റിക് എൻസൈംസും ബൈൽ ജ്യൂസിന്റെയും ഒക്കെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പാൻക്രിയാറ്റിക് എൻസൈംസിന്റെയും ബൈൽ ജ്യൂസിന്റെയും ഒക്കെ അതിന്റെ സെക്രീഷനെ എന്താണ് സ്റ്റിമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഗ്യാസ്ട്രിക് ആണ്. ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് എന്ത് ചെയ്യുന്നത് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്നാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഗ്യാസ്ട്രിക് ഗ്ലാൻസിലാണ് ആക്ട് ചെയ്യപ്പെടുന്നത്. എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാല് ഗ്യാസ്ട്രിക് സെക്രീഷനും അതിന്റെ മോട്ടിലിറ്റിയും ഒക്കെ ഇൻഹിബിറ്റ് ചെയ്യാണ് അതിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിലെ അവസാനത്തെ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ ആണ്. ഹോർമോൺ ആക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഹോർമോൺ ആക്ട് ചെയ്യുന്നത് എന്ന്. ഇപ്പൊ ഒരു ഹോർമോൺ വെറുതെ പോയിട്ട് എവിടെയെങ്കിലും നിന്നിട്ടാണോ? അല്ല, എങ്ങനെയാണ് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നത് ഉള്ള ഒരു മെക്കാനിസം ഉണ്ട് അതിന്. അപ്പൊ ഹോർമോൺസ് എന്താ ചെയ്യുന്നത് വെച്ചാല് അവര് ഒരു എവിടെയാണോ അതിന്റെ റിസപ്റ്റർ ഉള്ളത് അതിനോട് ബൈൻഡ് ചെയ്യും. അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഹോർമോൺ റിസപ്റ്ററോട്ട് ബൈൻഡ് ചെയ്യുകയും അത് എവിടെയാണ് ഉണ്ടാവുക? അതിന്റെ ടാർഗറ്റ് സെൽസിലുള്ള ഹോർമോൺ റിസപ്റ്ററോട് ബൈൻഡ് ചെയ്യുകയും എന്നിട്ട് എന്തുണ്ടാക്കും? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് ഒരു ഹോർമോണ്? അത് രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് വെച്ചാൽ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സും ഉണ്ട്, ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റേഴ്സും ഉണ്ട്. മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ വേറെ എവിടെയാണോ അതിന്റെ ടാർഗറ്റ് സെല്ല് ആണോ ആക്ട് ചെയ്യുന്നത് ആ ഒരു സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ അതിന്റെ കവറിങ്ങിലുള്ള മെംബ്രെയിനിലായിരിക്കും അതിന്റെ റിസപ്റ്റേഴ്സ് ഉണ്ടാവുക. ആ റിസപ്റ്റേഴ്സുമായിട്ടാണ് ഈ ഹോർമോൺസ് ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് ആണ്. ഇനി അതല്ല, ആ സെല്ലിനെ പ്ലാസ്മ മെംബ്രെയിൻ കടന്ന് ഉള്ളിലേക്ക് പോയിട്ട് അതിന്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ട് അതിന്റെ ഉള്ളിലുള്ള പാർട്ടുമായിട്ടാണ് അവിടെയാണ് അതിന്റെ റിസപ്റ്റർ കാണുന്നത് എങ്കിൽ എന്താണ് അവര് ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റേഴ്സ് എന്നാണ് പറയാ. ഓക്കെ, ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റേഴ്സ് എന്നാണ് പറയാം. അപ്പൊ ഹോർമോൺ എന്ന് പറയുമ്പോൾ അതിന്റെ റിസപ്റ്റേഴ്സ് എവിടെയൊക്കെ കാണാം? മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് കാണാം. അതിന്റെ ടാർഗറ്റ് ഓർഗൻ അല്ലെങ്കിൽ ടാർഗറ്റ് സെൽസിൽ അതിന്റെ പ്ലാസ്മ മെംബ്രെയിനിലായിരിക്കും എന്തുണ്ടാവുക? അതിന്റെ ടാർഗറ്റ് റിസപ്റ്റേഴ്സ് ഉണ്ടാവുക. ആ റിസപ്റ്ററുമായിട്ടാണ് ഈ ഹോർമോൺ ബൈൻഡ് ചെയ്യുക. എന്നിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാക്കുന്നത്. ഇനി അതല്ല, ആ മെംബ്രെയിനും കടന്ന് ഉള്ളിൽ പോയിട്ട് മെയിൻലി എന്താണ് ന്യൂക്ലിയസിന്റെ മെംബ്രെയിൻ അല്ലെങ്കിൽ ന്യൂക്ലിയസ് അതിനുള്ളിലേക്ക് പോയിട്ട് കടന്ന് അവിടെയുള്ള റിസപ്റ്റർ ബൈൻഡ് ചെയ്ത് ഇവര് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാക്കുന്നെങ്കിൽ അവരെന്താണ്? ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റേഴ്സ് എന്നാണ് പറയാ. അപ്പൊ ഹോർമോൺ ഇതിൽ ഏതെങ്കിലും ഒരു റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് എന്തുണ്ടാക്കും? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാക്കും. ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്താണ്? നമുക്ക് എന്താണോ ബയോളജിക്കൽ ചേഞ്ച് ഉണ്ടാക്കേണ്ടത് അതിന് എന്തുണ്ടാക്കും? ആ ടാർഗറ്റ് സെല്ലിൽ അതിന്റെ ബയോളജിക്കൽ ചേഞ്ച് ഉണ്ടാക്കും. അപ്പം ഈ ഒരു എന്താണ് ഹോർമോൺസിന് അതിന്റെ കെമിക്കൽ നാച്ചർ വെച്ചിട്ട് എന്താക്കാം? നമുക്ക് കുറച്ച് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഹോർമോൺസിനെ നോക്കുകയാണെങ്കിൽ പെപ്റ്റൈഡ് ഹോർമോൺസ് അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഹോർമോൺസ് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ആരൊക്കെയാണ്? ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, പിറ്റ്യൂട്ടറി ഹോർമോൺസ്, ഹൈപ്പോതലാമിക് ഹോർമോൺസ് ഒക്കെ എന്താണ്? പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ്, പ്രോട്ടീൻ ഹോർമോൺസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, പിറ്റ്യൂട്ടറി ഹോർമോൺ, ഹൈപ്പോതലാമിക് ഹോർമോൺസ് ഒക്കെ എന്താണ്? പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ്, പ്രോട്ടീൻ ഹോർമോൺസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഇനി സ്റ്റിറോയിഡ് ആയിട്ടുള്ള ഹോർമോൺസ് ഏതൊക്കെയാണ്? കോർട്ടിസോൾ ഉണ്ട്, ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ട്, ഉണ്ട്, പ്രൊജസ്ട്രോൺ ഉണ്ട്, ഈസ്ട്രജൻ ഉണ്ട്. ഇവരൊക്കെ എന്താണ്? സ്റ്റിറോയിഡ് ആയിട്ടുള്ള ഹോർമോൺസ് ആണ്. പിന്നെ അയഡോതൈറോണിൻസ് ഉണ്ട്. അയഡോതൈറോണിൻ എന്ന് പറയുമ്പോൾ ഏതിലാണ് വരുന്നത്? തൈറോയിഡ് ഹോർമോൺസ് ആണ് എന്ത്? അയഡോതൈറോണിൻസ് എന്ന് പറയുന്നത്.
പിന്നെ അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിലുള്ള ഹോർമോൺസ് ഉണ്ട്. അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺസ്. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് എന്താണ്? അഡ്രിനാലിൻ ആണ്. ഓക്കെ, അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് അഡ്രിനാലിൻ ആണ്. ഓക്കെ, ഇത്രയും ഇതായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹോർമോൺസിനെ അതിന്റെ കെമിക്കൽ നാച്ചർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആകെ ഇതിൽ പറയാനുള്ളത് എന്താണ്? മെക്കാനിസം ഓഫ് ആക്ഷൻ പറയാനുണ്ടായിരുന്നില്ലേ നമുക്ക്? രണ്ട് ടൈപ്പിലുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താണ്? മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ആക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവര് ഹോർമോൺസ് എന്ത് ചെയ്യില്ല? സെല്ലിലേക്ക് എൻ്റർ ചെയ്യില്ല അല്ലെ? സെല്ലിലേക്ക് എൻ്റർ ചെയ്യില്ല. എവിടെ? ഇതാ റിസപ്റ്റർ എവിടെയാണുള്ളത്? റിസപ്റ്റർ സെല്ലിന്റെ ഇവിടെയാണ്. അതിന്റെ പ്ലാസ്മ മെംബ്രെയിനിലാണ് അതിന്റെ റിസപ്റ്റർ കാണുന്നത്. സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനിലാണ് അതിന്റെ റിസപ്റ്റേഴ്സ് കാണുന്നത്. ഹോർമോൺ എന്ത് ചെയ്യില്ല? സെല്ലിന്റെ ഉള്ളിലേക്ക് കടക്കില്ല. ഈ ഹോർമോൺ എവിടെ വന്ന് ബൈൻഡ് ചെയ്യും? ഈ ഒരു റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യും. ഈ റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്താൽ എന്താണ് അത് ഇതാക്കുന്നത്? അത് ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് മെസ്സഞ്ചർ ഉണ്ടാക്കുക എങ്ങനെയാണ്? ഇവിടെ നിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടാവും. ഓക്കെ, റെസ്പോൺസ് 1 എന്ന് പറഞ്ഞിട്ടൊരു റെസ്പോൺസ് ഉണ്ടാവും. അതിന് റെസ്പോൺസ് കാരണം അവിടെ എന്തുണ്ടാവും? ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഒരു സെക്കൻഡ് മെസ്സഞ്ചർ അവിടെ ജനറേറ്റ് ചെയ്യും. ഈ ഒരു ഇത് ബൈൻഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു റെസ്പോൺസ് ഉണ്ടാവും. ഓക്കെ, റെസ്പോൺസ് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാവും. അതിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു സെക്കൻഡ് മെസ്സഞ്ചർ എന്ത് ചെയ്യും? ജനറേറ്റ് ചെയ്യും. ഹോർമോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മെസ്സഞ്ചേഴ്സ് ആണ് അല്ലെ? അവര് വന്ന് ബൈൻഡ് ചെയ്ത് ഈ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടാക്കിയിട്ട് ഇതിന്റെ സെല്ലിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ഉണ്ടാവും. എന്നിട്ട് ഈ സെക്കൻഡ് മെസ്സഞ്ചർ എന്ത് ചെയ്യും? ബയോകെമിക്കൽ ഉണ്ടാക്കും. ഇതിന്റെ ഉള്ളിൽ സെല്ലിനുള്ളിൽ ബയോകെമിക്കൽ ആയിട്ടുള്ള റെസ്പോൺസസ് ഉണ്ടാക്കും. ബയോകെമിക്കൽ റെസ്പോൺസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പിന്നീട് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള റെസ്പോൺസസിന് കാരണമാവും. ഓക്കെ, അത് ആ സെക്കൻഡ് മെസ്സഞ്ചർ ആണ് ശരിക്കും എന്തുണ്ടാക്കുന്നത്? റെസ്പോൺസസ് ഉണ്ടാക്കുന്നത്. ബയോകെമിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ റെസ്പോൺസസ് ഉണ്ടാക്കുന്നത് സെല്ലിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. ബയോകെമിക്കൽ റെസ്പോൺസസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു എന്തെങ്കിലും നമുക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എന്താവും? റെഡി ആവും അല്ലെ? അങ്ങനെ ബയോകെമിക്കൽ റെസ്പോൺസസ് നടന്നു കഴിഞ്ഞ് അടുത്തത് എന്താണ്? നമ്മുടെ ഫിസിയോളജിക്കൽ റെസ്പോൺസസ്. നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം അവിടെ ആ ഒരു ഫിസിയോളജിക്കൽ റെസ്പോൺസ് നമുക്ക് കിട്ടും. ഓക്കെ, അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ ഹോർമോൺസ് ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ആക്ഷൻ എങ്ങനെയാണ്? ഹോർമോൺ എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് ഉള്ളിലേക്ക് കടക്കും. എവിടെയായിരിക്കും മിക്കവാറും ഉണ്ടാവുക? ഈ ഒരു ന്യൂക്ലിയസിന്റെ എവിടെ അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ, ന്യൂക്ലിയസിന്റെ ഉള്ളിലായിരിക്കും എന്ത് കാണുക? റിസപ്റ്റേഴ്സ് കാണുക. ഹോർമോൺ എന്ത് ചെയ്യും? റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്ത് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാക്കും. ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്താണ് ചെയ്യുന്നത്? ഡയറക്റ്റ് ജീനോം, നമ്മുടെ DNA അല്ലെങ്കിൽ mRNAയിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കും. DNA അല്ലെങ്കിൽ mRNAയിൽ മാറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന പ്രോട്ടീൻസിൽ ഒരു മാറ്റം ഉണ്ടാവും അല്ലെ? അങ്ങനെ ജീനോം, നമ്മുടെ ജീനോമിൽ അല്ലെങ്കിൽ നമ്മുടെ mRNAയിൽ ഒരു മാറ്റം ഉണ്ടാക്കി അതിൽ നിന്ന് ഒരു പ്രോട്ടീൻ ഉണ്ടായി. ആ പ്രോട്ടീൻ നമ്മുടെ ഫിസിയോളജിക്കൽ റെസ്പോൺസ് നമുക്ക് എന്ത് തരും? ആ പ്രോട്ടീൻ നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ആയിരിക്കും. അത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഫിസിയോളജിക്കൽ റെസ്പോൺസസ് തരും. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് എന്താണ്? സ്റ്റിറോയിഡ് ഹോർമോൺസും അയഡോതൈറോണിൻസും ആണ്. ഓക്കെ, സ്റ്റിറോയിഡ് ഹോർമോൺസും അയഡോതൈറോണിൻസും ആണ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള തന്നെ കുറച്ച് ഡിസോർഡേഴ്സ് പറയാനുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ടെസ്റ്റിന്റെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ടെസ്റ്റ് പോയിട്ട് അറ്റൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എത്ര മണിക്കാണ്? 9:06 ആയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഒരു 9:35 ഒക്കെ ആകുമ്പോൾ ഒരു അരമണിക്കൂറിനുള്ളതേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? തിരിച്ചു വരിക. അപ്പൊ നമുക്ക് ആ ടെസ്റ്റിന്റെതും ഒക്കെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട്. ഓക്കെ, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എല്ലാരും ആൻസർ ചെയ്യുക കേട്ടോ. കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് പറയാവോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരുന്നോ?
ഹലോ, അറ്റൻഡ് ചെയ്തോ നിങ്ങള്? എന്തെങ്കിലും ഒന്ന് പറ. നമുക്ക് ഈ +1 ക്ലാസ്സിലെ ചാപ്റ്ററില് ഞാനിത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ പറയുന്ന എല്ലാ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസീസസിന്റെയും എടുത്തു വെച്ചിട്ട് അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാനുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതുകൂടി പറഞ്ഞിട്ട് ഈ ഒരു ചാപ്റ്റർ അങ്ങോട്ട് കഴിക്കാം ആദ്യം. ഓക്കെ, അപ്പൊ ഇതിൽ ഏതൊക്കെയായിരുന്നു ഉള്ളത്? എക്രോമെഗാലി ഉണ്ടായിരുന്നു അല്ലെ? എക്രോമെഗാലി എന്താണ്? ഗ്രോത്ത് ഹോർമോൺസ് എക്സസീവ് ആയിട്ട് നമ്മൾ സെക്രീറ്റ് ചെയ്യപ്പെടുമ്പോൾ എന്തുണ്ടാവും? അഡൽട്സിൽ ഡിസ്ഫിഗർമെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് കൈ അങ്ങനെയുള്ള ചെറിയ മുഖത്ത് അങ്ങനെ ചില ഭാഗത്തൊക്കെ എന്തുണ്ടാവും? ഭയങ്കര എൻലാർജ്മെന്റ് ഉണ്ടാവും. അതിനെയാണ് എക്രോമെഗാലി എന്ന് പറയുന്നത് അല്ലെ? ഇനി രണ്ടാമത്തെ എന്താണ്? ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമാണ്. എന്താ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാല്? ADH, നമ്മുടെ ആന്റി ഡയൂറിറ്റിക് ഹോർമോൺസ് അല്ലെ, അതിന്റെ ലോ സെക്രീഷൻ, വാസപ്രസിൻ അതിന്റെ ലോ സെക്രീഷൻ വരുമ്പം എന്താവും? വാട്ടർ കുറേ ഇങ്ങനെ ഡൈയൂറസിസ് വഴി അങ്ങ് പോകും അല്ലെ? യൂറിൻ വഴി വാട്ടർ ഒരുപാട് അങ്ങോട്ട് പോകും. അപ്പൊ അങ്ങനെ അത് എന്തിനുണ്ടാവും? ഒരുപാട് വാട്ടർ ലോസിന് കാരണമാകും. ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ഇനി ഗോയിറ്റർ. ഗോയിറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഹൈപ്പോതൈറോയിഡിസം ആണ് അല്ലെ? അയഡിൻ ഡെഫിഷ്യൻസി മൂലം എന്തുണ്ടാവും? തൈറോയിഡ് ഹോർമോൺസ് കുറയും അല്ലെ? ഹൈപ്പോതൈറോയിഡിസം കാരണമാണ് എന്തുണ്ടാവുന്നത്? തൈറോയിഡ് ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റ് ഉണ്ടാവും. തൈറോയിഡ് ഗ്ലാൻഡിനെ വീർത്ത് എൻലാർജ് ചെയ്തിരിക്കും. അതിന് എന്താണ് പറയുന്നത്? ഗോയിറ്റർ എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു ഹൈപ്പോതൈറോയിഡിസം തന്നെ ആർക്ക് വരികയാണ്? പ്രഗ്നൻസി പീരീഡിലാണ് വരുന്നതെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന കുട്ടിക്ക് എന്തുണ്ടാവും? കുട്ടിക്ക് ഡിഫക്റ്റീവ് ആയിട്ട് ഉണ്ടാവും അല്ലെ? അങ്ങനെയുള്ള ആ ഒരു മെച്ചുറേഷൻ, ആ ഒരു ബേബി ഡെവലപ്മെന്റ് അത് ബാധിക്കും അല്ലെ? അതിനെയാണ് പറയുന്നത് ക്രെറ്റിനിസം എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റണ്ട് ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുക, അതിനെയാണ് ക്രെറ്റിനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സോപ്താൽമിക് ഗോയിറ്റർ ആണ്. എക്സോപ്താൽമിക് ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ അത് ഹൈപ്പർ തൈറോയിഡിസം ആണ് അല്ലെ? ഹൈപ്പർ തൈറോയിഡിസം ആണ്. ഹൈപ്പർ തൈറോയിഡിസം വരുമ്പോഴും ഭയങ്കര തൈറോയിഡ് ഹോർമോൺസ് ഭയങ്കര കൂടുതലാവുമ്പോഴും എന്ത് പറ്റും? ഗോയിറ്ററിന്റെ പോലെ ഗ്ലാൻഡ് എല്ലാം ചെയ്യും. കൂടെ ഇവിടെ എന്ത് കൂടെ ഉണ്ട്? നമ്മുടെ ഐബോൾ തള്ളി ഒക്കെ ആയിട്ട് ഗ്രേവ് ഡിസീസ് എന്ന് പറയുമ്പോൾ ഈ ഒരു എന്താ തൈറോയിഡിസം വഴി തന്നെ എന്തുണ്ടാവും? ബേസൽ ഭയങ്കര മെറ്റബോളിസം അങ്ങനെ മെറ്റബോളിക് വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? വെയിറ്റ് ലോസ് ഉണ്ടാവും, ഭയങ്കര വെയിറ്റ് ലോസ് ഉണ്ടാവും. അതാണ് ഉണ്ടാവുന്നതെങ്കിൽ അതെന്താണ്? നെക്സ്റ്റ് എന്താണ്? അഡ്രിനൽ കോർട്ടെക്സ് ഹോർമോൺ സെക്രീഷൻ ഭയങ്കര കുറവാണെങ്കിൽ എന്തുണ്ടാവും? വീക്ക്നെസ് ആയിരിക്കും. കാർബോഹൈഡ്രേറ്റ് അധികം നടക്കില്ല, നമുക്ക് അധികം ഗ്ലൂക്കോസ് അങ്ങനെയുള്ളതൊന്നും കിട്ടാനുള്ള ഉണ്ടാവില്ല. ഭയങ്കര എപ്പോഴും ഇങ്ങനെ വീക്ക് ആയിട്ട് ഭയങ്കര ഫേറ്റിക് ആയിട്ട് നിൽക്കുന്നതായിരിക്കും എന്ത് അതിന്റെ ഒരു കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡയബറ്റീസ് മെലിറ്റസ് ആണ് ലാസ്റ്റ്. ഡയബറ്റീസ് എന്ന് പറയുന്നത് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഹൈപ്പർ ഗ്ലൈസീമിയ. കുറെ കാലം ഇങ്ങനെ ഗ്ലൂക്കോസിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ നിൽക്കുമ്പോൾ നമ്മുടെ ബ്ലഡിൽ യൂറിനിലൂടെ എന്ത് ചെയ്യും? ഈ ഒരു ഗ്ലൂക്കോസ് അതാണ് എന്ത്? ഈ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. നമുക്ക്
ടെസ്റ്റിന് ഉണ്ടായിരുന്നില്ലേ, അതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? The human skull is made up of 22 bones. The cranium and the facial bones എത്ര നമ്പർ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. എത്രയാണ്? എന്തായാലും ഇതിന്റെ ആൻസർ എ ആണ് കേട്ടോ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? The clavicle is articulated with. ഇതിൽ ഏതോ ഒന്നുമായിട്ടാണ് ക്ലാവിക്കിൾ ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഏതുമായിട്ടാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? സെക്കൻഡ് ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അക്രോമിയൻ ഓഫ് ദ സ്കാപ്പുലറിന്റെ അക്രോമിയൻ ഭാഗത്തുമായിട്ടാണ് എന്ത് ഈ ഒരു ക്ലാവിക്കിള് അറ്റാച്ച്മെന്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഹൈപ്പോകാൽസീമിയ മേ ലീഡ് ടു. ഹൈപ്പോകാൽസീമിയ എന്തിലേക്കാണ് ലീഡ് ചെയ്യാന്ന്? നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ എന്താണ് ചെയ്യുക? കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാല് ഒരു മസ്കുലാർ കൺട്രാക്ഷൻ, ഇങ്ങനെ റിലാക്സേഷൻ ഇല്ലാണ്ട് ഇങ്ങനെ മസ്കുലാർ കൺട്രാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? ടെറ്റനി എന്ന് പറയുന്നത്. ഓക്കെ, ടെറ്റനി ആണ് അതിന് ആൻസർ ആയിട്ട് വരുന്നത്. ജോയിന്റ് ബിറ്റ്വീൻ ആക്സിസിന്റെയും ഇടയിലുള്ള ജോയിന്റ് ഏത് ജോയിന്റ് ആണ്? ഈ ജോയിന്റിന് എടുത്ത് നോക്കിയാൽ മതി. ഈ ജോയിന്റ് നമ്മൾ എവിടെയാ പഠിച്ചത്? ആ ഒരു പിവറ്റ് ജോയിന്റ് നമ്മൾ ജോയിന്റ് നമ്മള് സൈനോവിയൽ ജോയിന്റിന്റെ ഇതിലല്ലേ പഠിച്ചത് അല്ലേ? സൈനോവിയൽ ജോയിന്റിന്റെ കൂടെയാണ് പഠിച്ചത്. അതിന്റെ അണ്ടറിൽ വരുന്നതാണ് പിവറ്റ് ജോയിന്റ് എന്ന് പറയുന്നത്. This iron is responsible for unmasking active sites for myosin or cross-bridge activity during muscle contraction. Muscle contraction ന്റെ സമയത്ത് ആക്റ്റീവ് സൈറ്റിന്റെ അൺമാസ്കിങ്ങിന് കാരണമാവുന്നത് ആരാണ്? ആക്ടിന്റെ ആക്റ്റീവ് സൈറ്റിനുള്ള അൺമാസ്കിങ്ങിന് കാരണമാവുന്നത് ആരാണ്? ഏതാണ്? ഏതാണ്? ഇത് ക്ലിയർ ആയില്ല. സി ആണോ? സി അല്ലേ പറഞ്ഞത്? സി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഓക്കെ, in sustained muscle contraction there is a lack of relaxation. ഇത് ആക്ച്വലി നമ്മുടെ ക്ലാസ്സില് നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? ഫേറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൻസർ അതിൽ കാണുന്നുണ്ടോ? ഇപ്പൊ ഞാൻ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സസ്റ്റെയിൻഡ് മസിൽ കൺട്രാക്ഷൻ. മസിൽ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിൽ എന്തുണ്ട്? അതിൽ റിലാക്സേഷൻ അങ്ങനെ ഒന്നും അതിന്റെ ഇടയിൽ വരുന്നില്ല. സക്സസീവ് സ്റ്റിമുലസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മസിൽ ഇങ്ങനെ കൺട്രാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ടെറ്റനസ് ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട്. അല്ല, ടെറ്റനസ് ആണ് കേട്ടോ അത്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സക്സസീവ് മസിൽ കൺട്രാക്ഷൻ വെച്ചാൽ സ്റ്റിമുലസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, മസിൽ ഇങ്ങനെ കൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ എന്തില്ല? റിലാക്സേഷനും ഇതൊന്നും വരുന്നില്ല. ഓക്കെ, ഫേറ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ഏതെങ്കിലും ഒരു മസിൽ കൺട്രാക്ഷൻ ആദ്യത്തെ പോലെ എന്ത് ചെയ്യുന്നില്ല, അത്രയും നല്ലതായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെയുള്ള മസിൽ കൺട്രാക്ഷൻ ചെയ്യാൻ പറ്റില്ല. എന്തുണ്ടാവും? ഒരു ക്ഷീണം
ആക്ടിവിറ്റിക്ക് എന്ന് പറയുന്നത്? Stimulates a muscle fiber. ചെയ്യിക്കുന്നത് ന്യൂറോമസ്കുലർ ജംഗ്ഷനിൽ വെച്ചിട്ടാണ്. കറക്റ്റ് ആണ്. Okay. Select the correct statement regarding the specific muscular or skeletal disorder. GOT എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ് കോസ്ഡ് ബൈ കാൽസ്യം ഡിപ്പോസിഷൻ. കാൽസ്യം ഡിപ്പോസിഷൻ കൊണ്ടുള്ള ഇൻഫ്ലമേഷൻ ആണോ GOT എന്ന് പറയുന്നത്? പിന്നെ രണ്ടാമത്തെ എന്താണ്? മസ്കുലർ ഡിസ്ട്രോഫി ആണ്. ഏജ് റിലേറ്റഡ് ഷോർട്ടനിങ് ഓഫ് മസിൽ ആണോ അത്? ഓസ്റ്റിയോഫോറസിസ് എന്ന് പറഞ്ഞാല് എന്താണ്? ബോൺ മാസ് കുറയുകയാണ്. പിന്നെ ഹൈ റിസ്ക് ഓഫ് ഫ്രാക്ചർ വിത്ത് ഏജിങ് കൊണ്ട് ഹൈ റിസ്ക് ഉണ്ട് അത് പൊട്ടിപ്പോവാനുള്ളത്. അതാണോ? പിന്നെന്താ അവസാനത്തെ എന്താണ്? മയസ്തേനിയ ഗ്രേവിസ് ഒരു ഓട്ടോമ്യൂണൽ ഡിസോർഡർ ആണ്. മയോസിൻ ഫിലമെന്റിന്റെ സ്ലൈഡിങ്ങിന് എഫക്ട് ചെയ്യുന്നുണ്ട്. ഏതാണ്? ഡി ആണ് കേട്ടോ അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദിസ് ഇസ് ദ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ സർട്ടൈൻ പാർട്ട് ഓഫ് എ നോർമൽ ഹ്യൂമൻ സ്കെലട്ടൻ. ഒരു എന്താണ് ഹ്യൂമൻ സ്കെലട്ടന്റെ ഒരു സർട്ടൈൻ പാർട്ടിനെ കുറിച്ചുള്ള കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇത് ഏതാണ് ഉള്ളത്? ഓക്കെ, എ എന്താണ്? ഗ്ലെനോയിഡ് ആക്ടിവിറ്റി ഈസ് എ ഡിപ്രഷൻ ടു വിച്ച് ദ എന്താണ് തൈബോൺ ആർട്ടിക്കുലേറ്റ്. ഗ്ലെനോയിഡ് ക്യാവിറ്റി എവിടെയാണ് കാണുന്നത്? നമ്മുടെ തൈസ് ജോയിൻ ചെയ്തെടുക്കുന്ന അവിടെയാണോ കാണുന്നത് ഗ്ലെനോയിഡ് ക്യാവിറ്റി? രണ്ടാമത്തത് ബി എന്താണ്? The first vertebra is the axis which articulates with the occipital condyles. ആക്സിസ് എന്നാണ് പറയാ. അത് എന്തുമായിട്ട്? ഓക്സിപിറ്റൽ കോൺടൈൽസുമായിട്ട് എന്ത് ചേർക്കുന്നുണ്ട്? ഒരു ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതാണോ കറക്റ്റ്? അടുത്തത് ഏതാണ്? The 9th and 10th pairs of ribs are called the floating ribs. 9th ഉം 10th ഉം ribs എന്താണ്? Floating ribs എന്നാണ് പറയുന്നത്. Okay, the parietal bone and the temporal bone of the skull are joined by a fibrous joint. ഏതായിരിക്കും? പക്ഷെ ഇതിൽ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മാറ്റം വരുത്താനുണ്ട് കേട്ടോ, എന്നാൽ മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ. നമ്മുടെ സ്കെലറ്റൽ അല്ലെങ്കിൽ വെർട്ടിബ്രയുടെ ഏറ്റവും ഫസ്റ്റ് വെർട്ടിബ്ര ഏതായിരുന്നു? ഏറ്റവും ഫസ്റ്റ് വെർട്ടിബ്ര ഏതായിരുന്നു? അറ്റ്ലസ് ആണ്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ശരിക്കും ആക്സിസ് ആയിരുന്നില്ല. ഏതാണ് വരേണ്ടത്? അറ്റ്ലസ് വരേണ്ടത്. ഇത് നിങ്ങൾക്ക് നല്ല മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും അവിടെ ആക്സിസ് ആയിരുന്നില്ല, അറ്റ്ലസ് ആയിരുന്നു വരേണ്ടത്. ഫസ്റ്റ് വെർട്ടിബ്ര ഏതാണ്? അറ്റ്ലസ് ആണ്. ഹോസ്പിറ്റൽ കോൺടൈൽസുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് അതെന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, ബി ആണ് ശരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ടെൻ എന്ന് പറയുമ്പോൾ ഓൾ ഓഫ് ദ ഫോളോയിങ് ലെങ്ത്സ് ആർ റെഡ്യൂസ്ഡ് ഡ്യൂറിങ് മസിൽ കൺട്രാക്ഷൻ എക്സെപ്റ്റ് ഫോർ. ഇതില് മസിൽ കൺട്രാക്ഷനിൽ റെഡ്യൂസ് ചെയ്യാത്ത ഇത് ഏതാണെന്ന്? റെഡ്യൂസ് ചെയ്ത്
റെഡ്യൂസ് ചെയ്ത് കാണാത്തത് ഏതാണ്, ഏതിന്റെ ലെങ്ത് ആണ് ചോദിക്കുന്നത്. ആണോ ആണോ സാക്രോമിയർ ആണോ, ഏതാണ്? ഇതിൽ ഏതായിരിക്കും ലെങ്ത് റെഡ്യൂസ് ചെയ്ത് കാണാത്തത്, റെഡ്യൂസ് ചെയ്യാത്തത്? എ ബാൻഡ് ആണ് റെഡ്യൂസ് ചെയ്യാത്തത്. Next question എന്ന് പറയുന്നത് H zone in the skeletal muscle fiber is due to H zone അവിടെ ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. H zone എന്ന് പറഞ്ഞ ഒരു റീജിയൻ ആ ഒരു skeletal muscles ഉണ്ടാവാനുള്ള കാരണം എന്താണ്? Okay, അത് absence of myofibrils in the section of A band. A center ഒരു myofibrils കാണുന്നേ ഇല്ല എന്നാണ് A പറയുന്നത്. Okay, second എന്താണ്? The central gap between myosin filaments in the A band. A band സെന്ററില് മയോസിൻ ഫിലമെന്റിന് ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ്, മയോസിൻ ഫിലമെന്റിന്റെ ഗ്യാപ്പ് ആണ് എന്ത്, എ ബാൻഡിൽ മയോസിൻ ഫിലമെന്റിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ട് സെന്ററിൽ, അതാണ് എച്ച് സോൺ എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ എന്താണ്? എ ബാൻഡിന്റെ മയോസിൻ ഫിലമെന്റിന്റെ ഇടയില് ആക്റ്റിൻ ഫിലമെന്റ്സിന്റെ ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ട്, അതാണ് പറയുന്നത്. മയോസിൻ ഫിലമെന്റ്സിന്റെ എക്സ്റ്റൻഷൻ ആണ്, സെൻട്രൽ പോർഷനിൽ മയോസിൻ ഫിലമെന്റിന്റെ എക്സ്റ്റൻഷൻ ആണ് എന്നാണ് പറയുന്നത്. ഇതിൽ ഏതായിരിക്കും? ഈ ഒരു പോർഷൻ അല്ലേ നമ്മള് എന്ത് പറയുന്നത്, എച്ച് സോൺ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ആക്റ്റിൻ ഫിലമെന്റ്സിന്റെ ഇടയില് അവര് ആക്റ്റിൻ ഫിലമെന്റ്സ് ഇല്ലാത്ത റീജിയൻ ആണ് അല്ലെ. എ ബാൻഡിന്റെ എ ബാൻഡ്, ഇത് എ ബാൻഡ് ആണ്. ഈ എ ബാൻഡില് ആക്റ്റിൻ ഫിലമെന്റ്സ്, രണ്ട് ആക്റ്റിൻ ഫിലമെന്റ്സ് തമ്മിൽ ഉണ്ടാവുന്ന ഗ്യാപ്പിനെയാണ് പറയുന്നത് എച്ച് സോൺ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഏതാണ്? സി അല്ലേ അതിന് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സാർക്കോമിയർ എന്ന് പറയുന്നത്? എന്താണ് സാർക്കോമിയർ എന്ന് പറയുന്നത്? എന്താണ്? സെറ്റ്ലൈൻസിന്റെ ഇടയിലായിട്ട് വരുന്ന പാർട്ടിനെയാണ് എന്ത് പറയുന്നത്? സെറ്റ്ലൈൻസ് എന്ന് പറയുന്നത് അല്ലേ. രണ്ട് സെറ്റ്ലൈൻസിന്റെ ഇടയിലായിട്ട് വരുന്ന പാർട്ടിനെ അല്ലേ പറയുന്നത്. The functional unit of contractile system striated muscle is. എന്താണ് ഫങ്ഷണൽ യൂണിറ്റ്? ഒരു കോൺട്രാക്റ്റീവ് മസിൽ അല്ലെങ്കിൽ മസിൽ സിസ്റ്റത്തിന്റെ എന്താണ് കോൺട്രാക്ഷൻ നടക്കുന്ന ആ ഒരു യൂണിറ്റ് പറയുന്നത്, ആ യൂണിറ്റിന്റെ ഉള്ളിലാണ് കോൺട്രാക്ഷൻ നടക്കുന്നത് പറയുന്നില്ലേ. ഇതിൽ മയോഫൈബ്രിൽ. ഓക്കെയാണ്, പക്ഷെ നമ്മള് സിസ്റ്റം എന്ന് പറയുമ്പോൾ കോൺട്രാക്ഷൻ നടക്കുന്നത് എന്തിന്റെ ഇടയിലാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തിന്റെ ഇടയിലാണ്? ഒരു സാർക്കോമിയർ ഇതിലാണ്. ഓക്കെ, അപ്പൊ സാർക്കോമിയർ ആണ് അതിന് ഇത് എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്. അല്ലേ, ഓരോ സാർക്കോമിയറിന്റെ ഇത് വെച്ചിട്ടല്ലേ നമ്മൾ നോക്കുന്നത് അല്ലേ. ഇന്റർകോസ്റ്റൽ എവിടെയാണ് കാണുന്നത്? ഇതിന്റെ ഇടയിലായിരുന്നു ഇന്റർകോസ്റ്റൽ മസിൽസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്.
റിബ്സിന്റെ ഇടയിലായിരുന്നു. ഓക്കെ, ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്? സ്കാപ്പുല എന്താ? ബി ആണോ? ട്രയാങ്കുലർ ഫ്ലാറ്റ് ബോൺ ആണ് അല്ലെ. ക്രേനിയം എന്താ? ക്രേനിയം ഇതിൽ ഏതാ വരിക? ക്രേനിയത്തിൽ ഏതോ ഒരു ജോയിന്റ്സ് ആണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രേനിയം ഫൈബ്രസ് ജോയിന്റ് ആണ്. പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഫ്ലാറ്റ് ബോൺ ആണ്. വെർട്ടിബ്രൽ കോളം എന്താണ്? കാർട്ടിലേജിനസ് ജോയിന്റ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റിലത്തെ മാത്രം നോക്കുകയാണ്. സ്കാപ്പുല ഏതാ വരുന്നത്? ട്രയാങ്കുലർ ഫ്ലാറ്റ് ബോൺ ആണ് അല്ലെ. അപ്പം A4 അല്ലെ. രണ്ടാമത്തെ എന്താ? ക്രേനിയം എന്ന് പറയുന്നത് എന്താണ്? ഫൈബ്രസ് ജോയിന്റ് ആണ്. ഫൈബ്രസ് ജോയിന്റ് ആണ്. 3. B 3 ആണ്. അതൊന്നും ഒന്നേ ഉള്ളൂ. പിന്നെ ജസ്റ്റ് അടുത്തത് കറക്റ്റ് ആണോ എന്ന് നോക്കാൻ മാത്രം സ്റ്റേർണം എത്രയാണ് വരുന്നത്? എന്താണ്? ഫ്ലാറ്റ് ബോൺ ആണ്. അപ്പൊ C 2 ആണ്. അപ്പൊ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, An acromion process is characteristically found in the acromion process. എവിടെയാണ് കാണുന്നത്? എവിടെയാ കാണുന്നത്? ഏത് ഗഡിൽ അല്ലെങ്കിൽ ഏത് റീജിയനിലാണ് കാണുന്നത്? ബാക്കിയൊന്നും ചിലപ്പോ മാമൽസ് അതൊക്കെ നോക്കണ്ട. ഓക്കെ, പെക്ടറൽ റീജിയനിലാണ് കാണുന്നത് അല്ലെ. ലിഗമെന്റ്സ് പൊട്ടിക്കഴിഞ്ഞാൽ ലിഗമെന്റ്സ് എന്താണ്? ബോണിനെ ബോണുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുന്ന അതൊരു പൊട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബോൺസ് ഫ്രീലി ഇങ്ങനെ മൂവ് ചെയ്യോ? ഇവിടെ ഇല്ല, ഫ്രീലി ഒന്നും അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ ജോയിന്റിൽ തീരെ മൂവ്മെന്റ് ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ബോൺസ് വിൽ ബിക്കം അൺഫിക്സ്. ആ ഒരു ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇത് അതില്ലാതെ ആയിട്ട് മാറും, അൺഫിക്സ് ആയിട്ട് മാറും. ഓക്കെ, അൺമൈലിനേറ്റഡ് നെർവ് ഫൈബർ ഈസ്. മൈലിൻ ഇല്ലാത്ത നെർവ് ഫൈബർ ആണ് അത് തന്നെ. ബി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കീ കോർഡിനേഷൻ സെന്റർ ഫോർ മോട്ടോർ സിഗ്നൽസ് ഇൻ ദ ബ്രെയിൻ? ഏതാ? തലാമസ് കറക്റ്റ് ആണ്. പിന്നെന്താ? The resting membrane potential is established primary due to എന്തുകൊണ്ടാണ്? റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്തായിരുന്നു? ഉള്ളിൽ നെഗറ്റീവും പുറത്ത് സ്ലൈറ്റ്ലി പോസിറ്റീവും ആയിരുന്നു. അതിൽ നമ്മൾ ഇതിൽ ഉള്ള എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഇംപെർമിയബിലിറ്റി, പെർമിയബിലിറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നമ്മൾ പമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അല്ലേ? ആ ഒരു പൊട്ടൻഷ്യൽ ഇതാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് സോഡിയം പൊട്ടാസ്യം പമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മെംബ്രെയിനിൽ എന്തുണ്ട്? Na+ ഇംപെർമിബിൾ ആണ്, പെർമിബിൾ ആണ്. പിന്നെ എന്താണ്? ഉള്ളിലുള്ള പ്രോട്ടീൻസ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല? പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ ഇട്ടുള്ളത് എന്താണ്? സോഡിയം പൊട്ടാസ്യം പമ്പല്ലേ? Neurotransmitters released by the presynaptic neurons bind receptors on എവിടെയുള്ള റിസപ്റ്റേഴ്സിലേക്ക്? ന്യൂറോൺസ് എന്താ ചെയ്തു? ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്തു. ഓക്കെ, അത് പിന്നെ ആ സിനാപ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ആ റീജിയനിലേക്ക് നിന്നു. എന്നിട്ട് അത് എവിടേക്കാണ്? എവിടെയാണ് അതിന്റെ പോസ്റ്റ്സിനാപ്റ്റിക് മെംബ്രെയിനിലാണ് കാണുന്നത്. ഓക്കെ, എന്താ ഒന്ന് is a hormone that plays a pivotal role in a social bonding. അത് നോക്കണ്ട. സെക്ഷൽ റീപ്രൊഡക്ഷൻ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും വിടാം. ആൻഡ് ചൈൽഡ് ബർത്തിലൊക്കെ സഹായിക്കുന്ന ഹോർമോൺ ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ചൈൽഡ് ബർത്ത് എന്നുള്ള ഒരൊറ്റ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഓക്സിറ്റോക്സിൻ ആണ്. When a neuron is in a resting state, not conducting any impulse, the axonal membrane is എന്തായിരിക്കും ഇതില് ആൻസർ സി അല്ലേ വരുന്നത്. Comparatively more permeable to K plus ions and nearly impermeable to Na plus sodium ions nearly impermeable ആയിരിക്കും. Okay. During the transmission of nerve impulse through a nerve fiber, the potential on the inner side of the plasma membrane has which type of electric charge? Inner side plasma side എങ്ങനെയുള്ള ചാർജ് ആയിരിക്കും ഉണ്ടാവുക? അപ്പൊ ഇത് 3 തരത്തിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇതായിരിക്കും, സെക്കൻഡ് ഇതായിരിക്കും, തേർഡ് ഇതായിരിക്കും. ഓക്കെ. ഇന്നർ സൈഡില് ഒരു നെർവ് ഇമ്പൾസ് വരുന്നതിന് മുമ്പ് അവിടെ എന്താണ് ഇന്നർ സൈഡിൽ എന്തായിരിക്കും? നെഗറ്റീവ് അല്ലേ? റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇന്നർ സൈഡിൽ നെഗറ്റീവ് ആയിരിക്കും അല്ലേ? അത് കഴിഞ്ഞൊരു ഇമ്പൾസ് വന്നു കഴിയുമ്പോഴോ അവിടെ എന്താവും? ഉള്ളിൽ പോസിറ്റീവ് ആവും അല്ലെ? സോഡിയത്തിന്റെ ഇൻഫ്ലക്സ് വരും, ഉള്ളിൽ പോസിറ്റീവ് ആവും. ദെൻ ആ ഇമ്പൾസ് അടുത്തതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിയുമ്പോൾ അവിടെ എന്താണ് വരുന്നത്? ബാക്ക് ടു അത് നെഗറ്റീവ് ആകും അല്ലെ? അപ്പം ഈ ഫസ്റ്റിലുള്ളതല്ലേ കറക്റ്റ്? ഇതല്ലേ കറക്റ്റ്? ഫസ്റ്റ് അത് റെസ്റ്റിംഗ് ഫേസിലായിരുന്നപ്പോ അത് നെഗറ്റീവ് ആണ്. അത് കഴിഞ്ഞ് അത് എന്തായി? ഉള്ളിലേക്ക് സോഡിയത്തിന്റെ ഒക്കെ പ്ലസ് അയൺസിന്റെ ഇൻഫ്ലക്സ് വന്നു, ഉള്ളില് പോസിറ്റീവ് ആയി. അപ്പൊ അവിടെ എന്താണ്? ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടായി. ആ ഒരു ചാർജ് എന്ത് ചെയ്തു? അടുത്തതിലേക്ക് പോയി കഴിയുമ്പോൾ എന്താവും? അത് തിരിച്ച് സോഡിയം പൊട്ടാസ്യം പമ്പ് ഇതൊക്കെ വന്നു, ഉള്ളിൽ എന്താവും? നെഗറ്റീവ് തന്നെ തിരിച്ചു ആവും അല്ലെ? അപ്പൊ അത് ഏതാണ്? എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. Afferent nerve fibers carry impulses from. Afferent nerve fibers എവിടെ നിന്നാണ് ഇമ്പൾസ് ക്യാരി ചെയ്യുന്നത്? എവിടെ നിന്ന് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഏതാണ്? ഈ ബി ആണ് കേട്ടോ കറക്റ്റ്. ബി എന്ന് പറയുമ്പോൾ എന്താണ്? എഫറന്റ് റിസപ്റ്റേഴ്സിൽ നിന്ന് CNS കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എഫറന്റ് CNS നിന്ന് റിസപ്റ്റേഴ്സിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ മസിൽസിലേക്ക് ചെയ്യുന്നത്. മസിൽ അല്ലെങ്കിൽ ടിഷ്യൂസ് അവിടേക്കൊക്കെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഓക്കെ. Which part of the human brain is concerned with the regulation of body temperature? Body temperature regulation concern ചെയ്തിട്ടുള്ള ഏതാണ്? ഏത് പാർട്ടാണ്? ബോഡി ടെമ്പറേച്ചറിനെ ഹങ്കർ, തേഴ്സ്റ്റ് ഇതൊക്കെ വരുന്നുണ്ട്. ബോഡി ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. An action potential in the nerve fiber is produced when positive and negative charges on the outside and the inside of axon membrane are reversed. Because എന്തുകൊണ്ടാണ് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നുണ്ട്? എന്തുകൊണ്ട്? എങ്ങനെ? അകത്തും പുറത്തുള്ള ആക്സോണിന്റെ മെംബ്രെയിനിലും പുറത്തും അകത്തുമുള്ള ചാർജസ് റിവേഴ്സ് ചെയ്യുമ്പോൾ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടാണ്? മോർ സോഡിയം അയോൺസ് എന്ത് ചെയ്യും? ആക്സോണിന്റെ ഉള്ളിലേക്ക് കടക്കും അല്ലെ? പൊട്ടാസ്യം, എത്ര പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നുണ്ടോ അതിനെക്കാട്ടും കൂടുതലായിട്ട് എന്ത് സോഡിയം അയോൺസ് ഉള്ളിലേക്ക് കടക്കുകയും ഉള്ളിലെ നെഗറ്റീവ് പോസിറ്റീവ് ആക്കുകയും ചെയ്യും അല്ലെ? അതുകൊണ്ടാണ് എന്താകുന്നത്? ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നത്. കാരണം റിവേഴ്സ് ആവും, അതിന്റെ ചാർജസ് റിവേഴ്സ് ആവും. റെസ്പിറേറ്ററി സെന്റർ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? റെസ്പിറേറ്ററി സെന്റേഴ്സ് ഇൻവോളണ്ടറി ആയിട്ടുള്ള ഹാർട്ടിന്റെ റേറ്റ്, റെസ്പിറേഷൻ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ആരോ ഒരാളാണ്, ബ്രെയിനിലുള്ള ആരോ ഒരാളാണ്. അത് ആരായിരുന്നു എന്നാ ചോദിക്കുന്നത്. ആരാണ്? ഇൻവോളണ്ടറി ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരായിരുന്നു?
മെഡുല്ല ഒബ്ലോങ്ങേറ്റ ആണ്. Which cells do not form a layer and remain structurally separate? ഒരു ലെയേഴ്സ് ഒന്നും ആവാതെ സ്ട്രക്ചറലി എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന ഇത് ഏതാണ്, സെൽസ് ഏതാണ് ഇതിൽ നിന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അവര് ലെയർ ആയിട്ടൊന്നും അവരെ കാണില്ല, അവർ സെപ്പറേറ്റ് തന്നെയാണ് കാണുന്നത്, ഓരോന്നോരോന്നായിട്ട് തന്നെയാണ് കാണുന്നത്. ആരാണ്? നെർവ് സെൽസ് അല്ലേ? നെർവ് സെൽസിനെ, ന്യൂറോൺസിനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഈ ഒരു ലെയർ ആയിട്ട് അടുക്കി അടുക്കി വെച്ചതുപോലെ കാണുന്നുണ്ടോ? ഇല്ല, അവരെപ്പോഴും എങ്ങനെയാണ് ഓരോരോ യൂണിറ്റ് പോലെ ആയിട്ട് അല്ലേ? The human hindbrain comprises 3 parts, one of which is, ഇതിലുള്ള ഏതോ ഒന്ന് എന്തിലുണ്ട്? ഹ്യൂമൻ ഹൈൻബ്രെയിനിൽ ഉണ്ട്. ഓക്കെ, ഹൈൻബ്രെയിനിന്റെ പാർട്ടാണ്. അത് ഏതാണ്? ഹൈൻബ്രെയിനിന്റെ പാർട്ട് ഏതാണ് ഇതില്? സെറിബെല്ലം ആണ് ഹൈൻബ്രെയിനിന്റെ പാർട്ട് ആയിട്ട് വരുന്നത് കേട്ടോ, ഇതിലുള്ള ഹൈൻബ്രെയിനിന്റെ പാർട്ട്. Injury is localized to the hypothalamus wound, most likely disrupt. ഹൈപ്പോതലാമസിൽ ഉണ്ടായിട്ടുള്ള ഇഞ്ചുറി എന്തിനെയായിരിക്കും, എന്തിനെയായിരിക്കും ഡിസ്ട്രപ്റ്റ് ചെയ്യുക? അപ്പം ഹൈപ്പോതലാമസിന്റെ ഏതോ ഒരു ഫംഗ്ഷൻ ഇതിലുണ്ട്. ഓക്കെ, ആ ഫംഗ്ഷൻ ആണ് എന്ത് നടക്കാണ്ട് വരിക അല്ലെ, ഹൈപ്പോതലാമസിന് ഉണ്ടാവുന്ന ഒരു ഇഞ്ചുറി കാരണം. അപ്പം ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ ഇതിൽ ഏതാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഡി ടെമ്പറേച്ചർ റെഗുലേഷൻ ആരാണ്? ഹൈപ്പോതലാമസ് ആണ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഹൈപ്പോതലാമസിന് ഉണ്ടാവുന്ന ഒരു ഇഞ്ചുറി എന്ത് പറ്റും? ഈ ഒരു ബോഡി റെഗുലേഷനെ ഡിസ്ട്രപ്റ്റ് ചെയ്യും. ഓക്കെ, the junction between the axon of one neuron and the dendrite of the next is called, എന്താണ്? ഒരു ജംഗ്ഷൻ. ആ ജംഗ്ഷൻ എന്താ പറയാ? ഒരു ന്യൂറോണിന്റെ ആക്സോണും ആക്സോൺ കഴിഞ്ഞ് ഡെൻഡ്രൈറ്റും പിന്നെ അടുത്ത ന്യൂറോണിന്റെ ഇതുമായിട്ടുള്ള ഒരു, അതിനിടയിൽ ഒരു എന്തുണ്ട്? ഒരു ജംഗ്ഷൻ ഉണ്ട്. അതിനെന്താ പറയാ? ആക്സോൺ എന്താണ്? സിനാപ്സ് ആണ്. സിനാപ്സ് ആണ് കറക്റ്റ്. What is the name of the adrenal cortex outer layer? Adrenal cortex ന്റെ outer layer ന്റെ പേര് എന്താണ്? സോണ ഗ്ലോമറുലസ്. സോണ ഗ്ലോമറുലോസ ആണ്. സോണ പെലുസിഡ എവിടെയാ കേട്ടത്? ഓർമ്മയുണ്ടോ? ഹ്യൂമൻ റിപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷന്റെ ആ ഭാഗത്തിലല്ലേ കേട്ടത് നിങ്ങള്? ഓവത്തിനെ പൊതിഞ്ഞ് ഇതാക്കിയിട്ടുള്ളത്. ഓക്കെ. 35 എന്താ? In a man being pursued by a dog, which of the hormones will be released quickly? നമ്മളൊരു ഡോഗ് ഒരു ഹ്യൂമനെ ഓടിക്കുകയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും ഏറ്റവും ക്വിക്കായിട്ട് റിലീസ് ചെയ്യപ്പെടുന്ന ഹോർമോൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും? എപ്പിനെഫ്രിൻ ആയിരിക്കും. Which one of this is not a result of the release of catecholamine? Catecholamine റിലീസ് കൊണ്ട് ഉണ്ടാവാത്തൊരു കാര്യം ഇതിൽ ഏതാണെന്നാണ്? Increase in heart rate. കാറ്റക്കോലാമൈൻസ് എന്താ? അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ അല്ലേ? അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ വരുമ്പം നമുക്ക് എന്താ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ
എന്താണ് പെട്ടെന്ന് ക്വിക്ക് ആയിട്ടുള്ള റിയാക്ഷൻ വരുന്നതല്ലേ. ആ ക്വിക്ക് ആയിട്ടുള്ള റിയാക്ഷനിൽ വരുന്നതാണ് എന്ത്, ഈ പൈലോറക്ഷൻ വരുന്നുണ്ട്. കണ്ണിങ്ങനെ കണ്ണിന്റെ പ്യൂപ്പിൾ ഇങ്ങനെ ഡയലേറ്റ് ചെയ്യുന്നതും വരുന്നുണ്ട്. ഇൻക്രീസ് ഇൻ ഹാർട്ട് റേറ്റ്. ഇപ്പൊ നമ്മളിപ്പോ അതിനെ കണ്ട് ഓടുവാണ്, അപ്പൊ നമ്മുടെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കില്ലേ. അപ്പൊ ഇത് മൂന്നും വരുന്നതാണ്. പക്ഷെ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൈക്കോജന്റെ പ്രൊഡക്ഷൻ എന്താക്കുന്നില്ല, ഈ ഒരു കാറ്റക്കോലാമൈൻസ് ഗ്ലൈക്കോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അത് ഇതാണ് 3 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അഡ്രിനൽ കോർട്ടക്സിലുള്ള അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിന്റെ കുറവ് മൂലം വരുന്ന ഒരു കണ്ടീഷൻ ഇതിൽ ഏതാണ്? Addison's disease. Addison's disease ആണ്. Okay. Which of the following claims regarding the thymus is untrue? തൈമസിനെ കുറിച്ച് കുറെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതാണ് അൺട്രൂ ആയിട്ടുള്ള കാര്യം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആയിട്ട് ഡിഫറൻസിയേഷൻ ഒക്കേഴ്സ് ചെയ്യുന്നുണ്ട് അവിടെ. ഇറ്റ് റിലീസസ് തൈമോസിൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് റിമെയിൻസ് ഹെൽത്തി in ages, encourages the development of antibodies. ഇതിൽ ഏതായിരിക്കും? ഈ മൂന്നാമത്തെ നോക്കിയേ, തൈമസ് ഗ്ലാൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏജ് കൂടുന്നതിനനുസരിച്ച് ചെയ്യും, അത് ഡിസ്ട്രപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്ത് ആ ഒരു ഇത് കുറയും അല്ലെ. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എല്ലാ ഏജിലും അത് ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഇല്ല അല്ലെ. അപ്പൊ ഏതാണ് മൂന്നാമത്തെ? ഈ ആൻസർ ആണ് എന്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് അല്ലെ അൺട്രൂ ആയിട്ടുള്ളത്. കാറ്റക്കലമൈൻസ് സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ആരാണ്? അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ എന്നൊക്കെ പറയുന്നതാണ് എന്ത്, അതിനെ കളക്റ്റീവ്ലി എന്താണ് കാറ്റക്കലമൈൻസ് എന്നാണ് പറയുന്നത്. ഇത് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അഡ്രിനൽ മെഡുല്ല എന്നല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അഡ്രിനൽ മെഡുല്ല ആണ് അതിന് ആൻസർ. വാട്ട് ഈസ് ദ എക്സാക്ട് ലൊക്കേഷൻ അഡ്രിനൽ ഗ്ലാൻഡ്? അഡ്രിനൽ ഗ്ലാൻഡിന്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ്? അഡ്രിനൽ ഗ്ലാൻഡിനെ എവിടെയാണ് കാണുന്നത്? above the kidney. കിഡ്നിയുടെ മുകളിലാണ് കാണുന്നത്. Which one of this is not a PTH function? PTH എന്താ? അതിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ് ഇതില് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? നാലാമത്തെയാ? ഹോർമോൺ എന്താ ചെയ്യുന്നത്? കാൽസ്യത്തിന്റെ അളവ് ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഹൈപ്പർ കാൽസീമിയ ഇതാക്കുന്നതാണ് ആര്? പാരാതൈറോയിഡ് ഹോർമോൺ അല്ലെ. അപ്പം അവരെന്താ ചെയ്യുന്നത്? ബ്ലഡിലെ കാൽസ്യത്തിന്റെ ലെവൽസിനെ ഇൻക്രീസ് ചെയ്താണ് നിർത്തുന്നത്. ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് എന്താ പറയുന്നത്? ഡിക്രീസ് കാൽസ്യം റീഅബ്സോർപ്ഷൻ ഫ്രം മിൽസ്. അതവര് ഇല്ല, കാരണം എന്താ, അവർ ഇൻക്രീസ് ചെയ്ത് നിർത്തുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഏതാണ്? എ ആണ് അതിൽ തെറ്റ്. ബാക്കിയെല്ലാം കറക്റ്റ് അല്ലേ? ഇൻക്രീസ് ബ്ലഡ് കാൽഷ്യം അയോൺ ലെവൽസ്. പിന്നെ ഡീമിനറലൈസേഷൻ എന്താണ്? ബോൺസിൽ നിന്ന് കാൽസ്യം സാറ്റിനെ തിരിച്ച് റീഅബ്സോർബ് ചെയ്യുക. പിന്നെന്താ? കാൽസ്യം അയോൺസിനെ എൻകറേജ് ചെയ്യുക. എവിടുന്ന്? കിഡ്നീസ് നിന്ന്. അവര് കാൽസ്യത്തിന്റെ റീഅബ്സോർപ്ഷൻ കുറയ്ക്കുകയാണോ ചെയ്യുക? ഇവര് കൂട്ടുന്ന ആൾക്കാരാണ്. തൈമസ് ഗ്ലാൻഡിന്റെ ഫോം എന്താണ്? ലോബുലാർ ആണ്. വിച്ച് ഓഫ് ദിസ് ഇസ് നോട്ട് എ തൈറോയിഡ് ഹോർമോൺ ഫംഗ്ഷൻ? ഇതില് തൈറോയിഡ് ഹോർമോണിന്റെ അല്ലാത്തത് ഏതാണ്? ഫസ്റ്റ് എന്താ? ബേസൽ മെറ്റാബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. കൺട്രോളിങ് എറിത്രോപോയസിസ്. പിന്നെന്താ? പ്രിസർവിംഗ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. നാലാമത്തെ എന്താ? കൺട്രോളിങ് ദ ഡയൂറനൽ സൈക്കിൾ. സർക്കാഡിയൻ റിതം ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? അത് പീനൽ ഗ്ലാൻഡ് അല്ലായിരുന്നോ? ഓക്കെ, ഡി ആണ് കേട്ടോ.
സർക്കേഡിയൻ റിതം അല്ലെങ്കിൽ 24 hour നമ്മുടെ ബോഡിയുടെ ആ ഒരു റിതം ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? പീനൽ ഗ്ലാൻഡ് അല്ലേ? അത് തൈമസ് ഇതിന്റെ അല്ലല്ലോ. ഓക്കെ, ആരോ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. TCT. TCT എന്താണ്? TCT എന്താണ്? തൈറോകാൽസിറ്റോണിൻ ആണ്. ഓക്കെ, തൈറോകാൽസിറ്റോണിൻ ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? thyroid gland, In relation to the endocrine glands, which of the following is false? ഇതിൽ ഏതാണ് false എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഈ മൂന്നാമത്തെ നോക്കിയേ, ഡെക്സ് ഇൻ ദ ബ്ലഡ് സ്ട്രീം where hormones are released. ഹോർമോൺസിന്റെ ഡെക്സും ഇതൊക്കെ ഉണ്ടോ? ട്രാക്റ്റും ഒക്കെ ഉണ്ടോ? ഇല്ല. ഡയറക്റ്റ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നവരാണ്. അങ്ങനെ ഡെക്സും ട്രാക്സും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ആരാണ്? ഈ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സെപ്പറേറ്റ് ആയിട്ട് നിർത്തുവോ? ഡെക്സും ഗ്ലാൻസും ഒക്കെ ഉള്ളത് എക്സോക്രൈൻ ഗ്ലാൻസിനാണ് അല്ലെ? ഇവര് ഹോർമോൺസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നവരാണ്. അപ്പം ഏതാണ്? ഈ മൂന്നാമത്തതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. Which of the following does not occur when LH and FSH are present in females? LH ഉം FSH ഉം ഫീമെയിൽസിൽ പ്രസന്റ് ആയിരിക്കുമ്പോൾ ഇതിൽ ഏതാണ് നടക്കാത്തത്? ഇതിൽ മൂന്നാമത്തെ കോർപ്പസ് ലൂട്ടിയം ഈസ് മെയിൻറ്റെയിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് നടക്കാത്തത്. കാരണം കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യും? ഡീജനറേറ്റ് ചെയ്ത് പോവും അല്ലെ? ഡീജനറേറ്റ് ചെയ്തു പോകും. എന്നിട്ട് അടുത്തതിൽ എന്താണ് ചെയ്യുന്നത്? അടുത്ത സൈക്കിൾ തുടങ്ങുമ്പോൾ പുതിയ ഫോളിക്കിള് ഇങ്ങനെ ഇതായിട്ട് ഗ്രാഫിൻ ഫോളിക്കിൾ അങ്ങനെ വരികയാണ് ചെയ്യുക അല്ലെ? കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യും? ഡീജനറേറ്റ് ചെയ്തു പോകും. അങ്ങനെ പോയിട്ടില്ലെങ്കിൽ എന്താണ്? അവർ പ്രൊജസ്ട്രോൺ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. പ്രൊജസ്ട്രോൺ എന്താണ്? പ്രഗ്നൻസി ഹോർമോൺ ആണ്. ഈ പ്രഗ്നൻസി ഹോർമോൺ എന്താ? വോളിനെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യും അല്ലെ? അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? LH ഉം FSH ഒക്കെ വന്നിട്ട് വീണ്ടും അടുത്ത സൈക്കിൾ തുടങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ? ഇപ്പൊ അടുത്ത സൈക്കിൾ തുടങ്ങണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു LH ഉം FSH ഒക്കെ ആക്ട് ചെയ്തേ പറ്റുള്ളൂ അല്ലെ? അങ്ങനെ ആക്ട് ചെയ്യണമെങ്കിൽ എന്താണ്? കോർപ്പസ് ലൂട്ടിയത്തിനെ അവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. മെയിൻറ്റെയിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അതാണ് അവിടെ ഒക്കെ ചെയ്യാത്തത്. ഓക്കെ, ഇതിൽ ഏത് ഹോർമോൺ ആണ് പാസ് ഡിസ്റ്റാലിസ് എന്ന് പറഞ്ഞിട്ടുള്ള പിറ്റ്യൂട്ടറിന്റെ റീജിയനിൽ നിന്ന് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ റിലീസ് ചെയ്യാത്തത്? പിറ്റ്യൂട്ടറിന്റെ പാസ് ഡിസ്റ്റാലിസ് എന്ന് പറഞ്ഞിട്ടുള്ള റീജിയൻ ഏതാണ്? ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള റീജിയൻ ആണ്. അവിടെ നിന്ന് റിലീസ് ചെയ്യാത്തത് ഇതിൽ ഏതിനെയാണ്? ഏതാണ്? ഓക്സിടോക്സിൻ വാസോപ്രസിൻ എവിടുന്നാണ് റിലീസ് ചെയ്യുന്നത്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്നാണ് റിലീസ് ചെയ്യുന്നത്. അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടുന്നാണ്? ഹൈപ്പോതലാമസിൽ നിന്നാണ്. അവർ സ്റ്റോർ ചെയ്യുന്നതും സെക്രീറ്റ് ചെയ്യുന്നതും ആരാണ്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. അപ്പൊ ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓക്സിടോക്സിൻ ആണ്. Hormones stored and released from neurohypophysis. Neurohypophysis എന്താണ്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. അവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അവിടെ സ്റ്റോർ ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതും ആരെയാണ്? ഓക്സിടോക്സിൻ ആൻഡ് വാസോപ്രസിനെയാണ്. GnRH എന്ന് പറയുന്നത് എന്താണ്? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺസ് ആണ് അല്ലെ? അതൊരു ഹൈപ്പോതലാമിക് ഹോർമോൺ ആണ്. റീപ്രൊഡക്ഷന്റെ ആണ്. എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? GnRH എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റീപ്രൊഡക്ഷനിൽ ആവശ്യമുള്ളതാണ്. അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ആലോചിച്ച് തന്നെ മതി. എന്താണ്? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ആക്ട് ചെയ്യേണ്ടത്. ഉണ്ടാവുന്ന എവിടെയാണ്?
ഗൊണാഡോട്രോപ്പിൻസ് എന്താണ്? LH ഉം FSH ഉം ആണ് അല്ലെ? LH ഉം FSH ഉം എവിടെയാണ് ഉണ്ടാവുന്നത്? ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ് ഉണ്ടാവുന്നത്. ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് LH and FSH. അവരാണ് എന്ത്? നമ്മുടെ ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറയുന്നത്. അവരെ ഗൊണാഡോട്രോപ്പിൻസിനെ റിലീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഹോർമോൺസ് ആണ് എന്ത്? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺസ്. Okay, which one of the following hormones is not involved in sugar metabolism? ഷുഗറിന്റെ മെറ്റാബോളിസത്തിൽ കാണാത്താണെന്നാണ് ചോദിക്കുന്നത്. ഷുഗറിന്റെ മെറ്റാബോളിസം അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ മെറ്റാബോളിസത്തിൽ ഹെൽപ്പ് ചെയ്യാത്തത്? ആൽഡോ ആണ് അതിന്റെ എക്സാമ്പിൾ കേട്ടോ. എക്സാമ്പിൾ അല്ല, അതിന്റെ ആൻസർ ഇതിലുള്ള അതിന്റെ ആൻസർ എന്താണ്? ആൽഡോസ്റ്റിറോൺ ആണ്. ഓക്കെ, ഓക്കെ ആണോ?